കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നടൻ ജയറാമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാവിഷയം. റിലീസിന് ഒരുങ്ങുന്ന നടന്റെയും ഉർവശിയുടെയും പുതിയ സിനിമ പരിമള ആൻഡ് കോയുടെ പ്രമോഷൻ തിരക്കുകളിലാണ് ജയറാം ഇപ്പോൾ. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടൻ നൽകിയൊരു അഭിമുഖവും അതിൽ പറഞ്ഞ ചില കാര്യങ്ങളുമാണ് താരം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാൻ കാരണം. 2020 സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റിനു ശേഷം സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് നടന്നുവരുന്ന മാസ് രംഗത്തിൽ ജയറാം എന്തുകൊണ്ട് ഉണ്ടായിരുന്നില്ല എന്ന ചോദ്യത്തിന് താരം പുതിയ അഭിമുഖത്തിൽ ഒരു മറുപടി നൽകിയിരുന്നു. അവിടെ നിന്നാണ് ചർച്ചകളുടെ തുടക്കം. ഈ പടം 2020-ൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ മാത്രം ഉണ്ടാവില്ല. കാരണം അതിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് നടക്കുമ്പോൾ ദീപാവലി സമയമായിരുന്നു. വീട്ടിൽ ദീപാവലി ആഘോഷിക്കാൻ എനിക്ക് ചെന്നൈയിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ജോഷി സാർ എന്നോട് ചോദിച്ചു, നിനക്ക് ദീപാവലിയാണോ വലുത് അതോ അവസാനം 5 പേരും ഒന്നിച്ച് നടന്നു വരുന്ന ഈ ഷോട്ട് ആണോ വലുത് എന്ന്. ഞാൻ കുറച്ചുനേരം ആലോചിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ദീപാവലി തന്നെയാണ് പ്രധാനം. അന്ന് അതുകൊണ്ടാണ് താൻ ആ സീനിൽ ഇല്ലാതെ പോയത് എന്നാണ് ജയറാം തമിഴ്നാട്ടിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഇതോടെ കുറച്ചു നാളുകൾക്ക് മുമ്പ് മലയാളം ഇൻ്റർവ്യൂവിൽ ഇതേ ചോദ്യത്തിന് നടൻ നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിൽ പൊങ്ങിവന്നു. 2020 പടത്തിലെ ക്ലൈമാക്സിൽ സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരും കൂടി നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. ഞാൻ കേട്ടത് ജയറാമേട്ടനെ അപ്പോൾ ശബരിമലയ്ക്ക് പോകാനുള്ള തീയതി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനേക്കാൾ വലുത് അതാണെന്ന് പറഞ്ഞ് പോയതാണെന്ന്. അത് ശരിയാണോ എന്നാണ് മലയാളം ഇൻ്റർവ്യൂവിൽ അന്ന് അവതാരക ചോദിച്ചത്. സത്യം ശരിയാണ്. ഞങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ഒരു സീൻ കൂടി എടുക്കാമെന്ന് ജോഷി സാർ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഷൂട്ട് നീണ്ടു നിന്നുപോയി. എനിക്കാണെങ്കിൽ ശബരിമലയിലേക്ക് പോകാനുള്ള തീയതിയും അടുത്തു. അപ്പോൾ 5 പേര് നടന്നു വരുന്ന സീൻ വേണോ ശബരിമലയ്ക്ക് പോകുന്നതാണോ പ്രധാനം എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ശബരിമലയാണ് വലുതെന്ന് തോന്നി എന്നാണ് ജയറാം പറഞ്ഞത്. പഴയ വീഡിയോ പൊങ്ങി വന്നതോടെ നടനെ സോഷ്യൽ മീഡിയ പരിഹസിക്കാനും വിമർശിക്കാനും തുടങ്ങി. പല അഭിമുഖങ്ങളിൽ വ്യത്യസ്ത മറുപടികൾ നൽകിയ ജയറാം അവസരവാദിയാണെന്ന് ചിലർ കുറിച്ചു. 2020 പടത്തിലെ ക്ലൈമാക്സ് നടത്തത്തിൽ താൻ ഇല്ലാതെ പോയത് പണ്ടൊരു ഇൻ്റർവ്യൂവിൽ ഓണവും കുടുംബവും ആയോണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജയറാമിന് അത് ദീപാവലിയാണ്. കാരണം തമിഴിൽ ജയറാമിൻ്റെ പുതിയ സിനിമ റിലീസുണ്ട്. അതിനാൽ തമിഴ് സ്നേഹം പരത്തണം. ഇത് പറയാൻ വേണ്ടി ആ ഫോട്ടോയും കഷത്തിലിട്ട് പോന്നതാണെന്ന് തോന്നുന്നു. പണ്ട് രാജസേനൻ പറഞ്ഞത് 100% ശരിയാണ്. ജയറാം ഒന്നാം തരം അവസരവാദിയാണ്. നടൻ്റെ ഓഫ് സ്ക്രീൻ പേഴ്സണാലിറ്റി കെട്ടിപ്പടുത്ത ഒന്നാണെന്നും പലരും പറയുന്ന ഒന്നാണ്. നാളെ എങ്ങാനും ഒരു മലയാള പടം കിട്ടിയാൽ എവിടെയെങ്കിലും കയറി ചെണ്ട കൂട്ടി മലയാളത്തനിമ പറയുന്ന ജയറാമിനെ കാണാം. കരിയർ ബെസ്റ്റ് സമയം കൂടെയുണ്ടായ ശ്രീനിവാസൻ മരിച്ചപ്പോൾ വരാതെ ഇരുന്നപ്പോഴേ ജയറാമിനെ മനസ്സിലായി. പറയാൻ കാരണങ്ങൾ ഉണ്ടാകും. അതേസമയം കിലോമീറ്ററുകൾ താണ്ടി പാർത്ഥിവനൊക്കെ വന്നത് ഓർക്കുമ്പോൾ നടനോട് പുച്ഛം തോന്നുന്നു. ഓഫ് സ്ക്രീനിലെ അതിവിനയം കാണിക്കൽ കാരണം വെറുത്തുപോയി എന്നിങ്ങനെ നീളുന്നു പ്രേക്ഷക പ്രതികരണങ്ങൾ.